പകർച്ചവ്യാധികൾ ഇങ്ങനെ പെരുകുകയാണ്. ആ സംഖ്യകൾ കേട്ടാൽ തന്നെ ഞെട്ടിപ്പോകും. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ജാഗ്രത വേണമെന്ന് ആദ്യമേ പറയുകയാണ്. സംസ്ഥാനത്ത് ആശങ്കയായി പനിബാധിതരുടെ എണ്ണം കൂടുകയാണ്. ഇന്നലെ മാത്രം പനിക്കായി ചികിത്സ തേടിയത് 10,000-ലധികം പേരാണ്. കൂടുതൽ പനിബാധിതരുള്ളത് മലപ്പുറത്തും കോഴിക്കോടും തൃശൂരുമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നുണ്ട്. പനിച്ചൂടിൽ വിറയ്ക്കുകയാണ് സംസ്ഥാനം. പനിക്ക് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ദിനംപ്രതി വർധനവുണ്ടാവുകയാണ്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം പകർച്ചപ്പനി ബാധിച്ച് ചികിത്സ തേടിയത് 12,441 പേരാണ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് കൂടുതൽ പനി ബാധിതർ. 2,365 പേരാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചികിത്സ തേടിയത്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ 1000-ലധികം പേരാണ് ദിവസവും പനിക്കായി ചികിത്സ തേടുന്നത്. മഴക്കാലത്തോടൊപ്പമുള്ള പനിയിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡെങ്കിപ്പനി തന്നെയാണ്. പൊട്ടിയ പാത്രങ്ങളോ മറ്റോ ഡിസ്പോസ് ചെയ്യേണ്ട മറ്റു സാമഗ്രികളോ ഒക്കെ തന്നെ ഇങ്ങനെ മഴവെള്ളം വീഴുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം കെട്ടി നിന്ന് കൊതുക് പെരുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെങ്കി പകർച്ചയ്ക്കുള്ള ഒരു വലിയൊരു സാധ്യത ഇപ്രാവശ്യം കൊതുകുകളുടെ സാന്ദ്രതയും കാണിക്കുന്നത് ആ രീതിയിലാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ഈ വർഷം 2 പേർക്കാണ് പനി കാരണം മരണം സംഭവിച്ചത്. പനിക്കൊപ്പം ജലജന്യ രോഗങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട്. വയറിളക്ക രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കും ചികിത്സ തേടുന്നവർ നിരവധിയാണ്. മഴ കനക്കുന്നതോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം വൈദ്യ ചികിത്സ തേടണം. പനി ക്ലിനിക്കുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. ആശങ്ക നീങ്ങണം. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.